പരിചയപ്പെടുത്തുന്നത് ഒരു ഗംഗാബോണ്ടം തെങ്ങിനെയാണ്. ഈ ഗംഗാബോണ്ടം തെങ്ങിനെ പരിചയപ്പെടുത്തുമ്പോൾ തന്നെ അതിലെങ്ങനെ പോളിനേഷൻ ചെയ്യാം എന്നീ കാര്യങ്ങളൊക്കെ തന്നെ സൂചിപ്പിച്ച് പോകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പല ആളുകളും ഇതെങ്ങനെയാണ് പരാഗണം ചെയ്തത്, എങ്ങനെയാണ് എന്താണെന്ന് അറിയാത്ത ഒരുപാട് ആളുകളുണ്ടാവും. ഞാൻ ജോലി ചെയ്തത് സീഡ് ഗാർഡൻ കോംപ്ലക്സ് മുണ്ടേരിയിലാണ്. അവിടെ പോളിനേഷൻ വർക്കിൽ ഞാൻ കുറേ കാലം ഉണ്ടായിരുന്നു. RB പിള്ള സാറാണ് എനിക്ക് പോളിനേഷൻ്റെ ക്ലാസ് തന്നതും ഞാൻ ആ പോളിനേഷൻ രംഗത്തേക്ക് എന്നെ കൊണ്ടുവന്നതും. അത് മാത്രമല്ല, എനിക്ക് ഏറ്റവും ഒരു സന്തോഷകരമായ കാര്യം കൂടി കൂടെ പറയാൻ കഴിയുന്നത് RB പിള്ള സാറ് എൻ്റെ പോളിനേഷൻ ബുക്കിൽ എഴുതിയിട്ട ഒരു കാര്യമുണ്ട്, ഗുഡ് പോളിനേറ്റർ TP ശ്രീധരൻ. അപ്പോൾ അത് പല ആളുകളും പിന്നീട് എന്നോട് ചോദിച്ചിട്ടുണ്ട്, RB പിള്ള സാർ എങ്ങനെയാണ് അത് എഴുതിയത് എന്ന്. കാരണം അത് അത്ഭുതത്തോടു കൂടിയാണ് പല ശാസ്ത്രജ്ഞന്മാരും പിന്നീട് അതിനെ കണ്ടത്. അത്തരമൊരു ശാസ്ത്രജ്ഞനിൽ നിന്നും അങ്ങനെ ഒരു കയ്യൊപ്പ് വാങ്ങാൻ കഴിഞ്ഞത് സന്തോഷമായി. ഇന്നും ഞാനൊരു നിധി പോലെ ആ ബുക്ക് സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് എനിക്ക് ചില കാര്യങ്ങളൊക്കെ പറയാൻ കഴിയും എന്ന് ഉള്ളതുകൊണ്ട് ആർക്കെങ്കിലും ഇത് പിന്നീട് ഇത് ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ അത് ഉപയോഗിക്കട്ടെ എന്ന ഒരു ചിന്തയിൽ നിന്നാണ് ഇതെങ്ങനെയാണ് പോളിനേഷൻ നടക്കുക എന്ന് പറയാൻ ശ്രമിക്കുന്നത്. അത് ഇവിടെ തന്നെ ചെറിയ തെങ്ങുകൾ ഉള്ളത് കൊണ്ട് അത് കൂടുതൽ പറയാൻ കഴിയും. അതായത് ഈ കൊല കണ്ടില്ലേ, ഈ കൊലയൊക്കെ ഇനിയൊരു മാസം കഴിയുമ്പോൾ കൊല വിരിഞ്ഞ് കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് പോളിനേഷൻ നടത്തുക എന്നുള്ളത് 2-3 തെങ്ങിൽ നിന്നായിട്ട് നമുക്കിത് സൂചിപ്പിച്ച് പോകാൻ കഴിയും. കൃത്യമായ ഇതിന് വളരെ നല്ല തെങ്ങാട്ടോ. അതിൻ്റെ മോൾ ഭാഗത്തുണ്ട് അവിടെ കൊല, ആ പട്ടയിൽ കണ്ട കൊല, ഇതാ ഈ പട്ടയിൽ കൊലയുണ്ട്, ഇതാ അതിൻ്റെ താഴെ പട്ടയിലും അടിഭാഗത്ത് കൊല വരുന്നതാണ്. അപ്പോൾ ഒരു പട്ടക്കും ഇതിൽ ഒഴിവില്ല, എല്ലാ പട്ടയിലും കൊലകൾ വന്നുകൊണ്ട് പോകുന്ന ഒരു തെങ്ങാട്ടത്. എല്ലാ പട്ടക്കും കൊലയുണ്ട്. അപ്പോൾ എങ്ങനെയാണ് പരാഗണം നടക്കുക എന്നുള്ളത് കൂടി നമ്മൾ ഇവിടെ നിന്ന് കാണിച്ചു തരാം. അതിന് ഭാഗമായൊരു കൊല ഇതിലുണ്ട് എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചത്. ഇതാ ഈ തെങ്ങിൻ്റെ മുകളിലിതാ ഇത് ഈ കൊല വിരിഞ്ഞിട്ട് കൂടുതൽ ദിവസങ്ങളായിട്ടില്ല. പക്ഷെ ഇത് 14-15 ദിവസത്തേക്ക് ഇപ്പോൾ ഈ കൊല വിരിഞ്ഞ ശേഷം ആയിട്ടുണ്ട് കേട്ടോ. ഈ കൊല വിരിഞ്ഞ് ഇത് കൃത്യമായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈ കൊല കണ്ടിട്ട് വിരിഞ്ഞ് പൂക്കളായാൽ അത് അവിടെ ഒരു തെങ്ങിൻ്റെ മുകളിലുണ്ട് അതിന് കൊല, അതാണ് ഒന്നുകൂടി ഭംഗിയായിട്ട് കാണിക്കാൻ കഴിയുക. എങ്കിൽ പോലും ഇത് പറയാം. ഈ കൊലേൻ്റെ ഈ ഇത് അടർത്തിയെടുത്ത് ഈ കൊലേൻ്റെ ഈ ആൺപൂക്കൾ, ഇതാണ് ആൺപൂക്കൾ കേട്ടോ. ഇതിനെ പെൺപൂവെന്നാണ് പറയാം. ഈ കാണുന്നതൊക്കെ പെൺപൂക്കൾ. പെൺപൂവിന് പരാഗണം നടന്നിട്ടില്ലെങ്കിൽ അത് കൊഴിഞ്ഞു പോകും, അത് ഒരിക്കലും പിടിക്കില്ല. ഇത് പരാഗണം നടന്നിട്ട് ഈ പൂമ്പൊടി ഇതൊരു പരാഗണം നടന്നാൽ മാത്രമേ പിടിക്കുള്ളൂ. ഇത് കണ്ടില്ലേ, ഇത് പരാഗണം നടന്നു കഴിഞ്ഞ ഒരു അച്ചിങ്ങയാണ് കേട്ടോ. കണ്ടില്ലേ, ഇതിൻ്റെ മൂടിൽ ഇവിടെ ഒരു കറുപ്പ് വന്ന് കണ്ടില്ലേ. എന്നാൽ ഇത് പരാഗണം നടക്കാൻ ഇന്ന് പോളിനേഷൻ ചെയ്താൽ ഇതിന് പരാഗണം നടക്കും. അതായത് ഇത് കൃത്യമായിട്ട് ഇത് കണ്ടില്ലേ, അതിൻ്റെ ഒരു പശ, ഇതിൻ്റെ മൂട്ടിൽ നിന്നൊരു പശ രൂപപ്പെട്ട് നിൽക്കുന്നുണ്ടല്ലേ. ഇന്ന് തേനീച്ചയോ മറ്റു ജീവികളോ വന്ന് ഇതിൽ നിന്നും പൂമ്പൊടി എടുത്ത് ഈ തേൻ കുടിക്കാൻ വേണ്ടി ഇവിടെ എത്തിയാൽ ഇത് പരാഗണം നടക്കും. അങ്ങനെയാണ് ഇത് പരാഗണം നടക്കുന്നത്. ഈ പരാഗണം നടന്നിട്ടില്ലെങ്കിൽ ഈ അച്ചിങ്ങയും കൊഴിഞ്ഞു പോകും. അങ്ങനെ പരാഗണം നടക്കുന്നതിൽ വലിയ പങ്ക് തേനീച്ചക്കുള്ളതാണ്. അത് മാത്രമല്ല ഇതിൻ്റെ ഇതിങ്ങോട്ട് പൊട്ടിച്ചെടുത്തിട്ട് 2 ഭാഗത്തേക്ക് ഇങ്ങനെ കീറിയിടുകയാണെങ്കിൽ ഇതിൻ്റെ സൈഡിലുള്ളൊക്കെ തന്നെ അച്ചിങ്ങകളായി മാറും. പരാഗണം നടക്കും. ചിലതിൻ്റെ ഒന്നും ഉള്ളിലേക്ക് ഈ ജീവികൾക്ക് എത്തിപ്പെടാൻ കഴിയില്ല, തേനീച്ചക്കൊന്നും എത്തിപ്പെടാൻ കഴിയില്ല. കാരണം അതിൻ്റെ അടിയിലൊക്കെ ഇതാണ്. അപ്പോൾ അങ്ങനെ പരാഗണം നടക്കാനുള്ളൊരു സാഹചര്യമൊക്കെ ഒരുക്കി കൊടുത്താൽ കൃത്യമായിട്ട് നമുക്ക് നല്ല പുതിയ ഇനം തെങ്ങുകളെ ഉൽപ്പാദിപ്പിക്കാൻ പോലും കഴിയും. ഈ കൊലൻ്റെ വിരിഞ്ഞ് 3-ാമത്തെ ദിവസം തന്നെ ഇതിൻ്റെ ഇവിടെയുള്ള കൊതുമ്പ് രണ്ടും അടിഭാഗത്തിൻ്റെ കട്ട് ചെയ്യുക. ഇതിൻ്റെ ആൺപൂക്കളെ ഈ കണ്ണികളൊക്കെ ഒന്ന് കട്ട് ചെയ്യാം. അതൊക്കെ ഉണ്ട്, ഇതൊക്കെ ഇവിടെ വെച്ച് കട്ട് ചെയ്യാം. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇത്ര വലിപ്പം വെച്ചാൽ മതി. ഈ പെൺപൂവിൻ്റെ മുകളിലൊരു 2 ഇഞ്ച് 3 ഇഞ്ച് മുകളിലൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കുക. കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് ഒരു കോറ അല്ലെങ്കിൽ മല്ലിൻ്റെ ഒക്കെ തുണി കൊണ്ട് ഉള്ള ഒരു സഞ്ചി, 2 ഭാഗവും ഒഴിഞ്ഞു കിടക്കുന്നൊരു സഞ്ചി അടിക്കുക. ഇതിന് കണക്കാക്കി ഇടാത്തക്ക രീതിയിൽ സഞ്ചി അടിക്കുക. ആ സഞ്ചി ഇതിൻ്റെ മുകളിൽ കൂടെ ഇറക്കി ഇതിൻ്റെ അടിഭാഗത്തേക്ക് കൊണ്ടുവന്ന് ഇവിടെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടുക. ഈ ടൈറ്റ് ചെയ്ത് കെട്ടുന്ന എന്തിനാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ മറ്റ് ജീവികളൊന്നും തന്നെ മുകളിലേക്ക് കയറി വരാൻ പാടില്ല. ഇത് മാറ്റുമ്പോൾ ഇതിൽ മുഴുവൻ ആൺപൂവും മാറ്റണം. കേട്ടോ, ഇതൊക്കെ ആൺപൂവാണ്. ഒരാൺപൂ പോലും ഈ കൊലയിൽ ഉണ്ടാവാൻ പാടില്ല. ഒരാൺപൂ ഉണ്ടായാൽ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇതേ ഇനം തേങ്ങ തന്നെയാവും ഉണ്ടാവുക. ഇത് നമ്മളൊരു പരാഗണം നടത്തുന്നതിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ പറയുന്നത്. പുതിയൊരു തൈ ഉൽപ്പാദിപ്പിക്കുന്നതിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഈ ആൺപൂവൊക്കെ തന്നെ ഇതാ കണ്ടില്ലേ, ഇങ്ങനെ മാറ്റിയെടുത്തിട്ട് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. ഒരു പൂവ് ഇതിന് മുകളിൽ വെക്കാതെ ഇത് മുഴുവൻ, ഇതൊക്കെ വേഗം മാറ്റാൻ കഴിയട്ടോ. ഇത് എളുപ്പത്തിൽ കഴിയുതാ. ഇങ്ങനെ അങ്ങോട്ട് മാറ്റിയെടുത്താൽ മതി. കണ്ടില്ലേ, ഇങ്ങനെ എടുത്ത് ഒഴിവാക്കുക.
അത് ഒഴിവാക്കിയിട്ട് ഇതിന് ആ ബാഗ് ചെയ്യുക. ബാഗ് ചെയ്ത് അടിയിൽ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടുക. പിന്നെ അതിൻ്റെ മോൾ ഭാഗത്തും അതുപോലെ തന്നെ ടൈറ്റ് ചെയ്ത് കെട്ടുക. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരാൺപൂവ് പോലും ഇതിലുണ്ടാവാൻ പാടില്ല. പെൺപൂക്കളെ മാത്രമേ ഇതിലുണ്ടാവാൻ പാടുള്ളൂ. അങ്ങനെ നിങ്ങൾ ചെയ്താൽ ഒരു 7 ദിവസം, 7ാമത്തെ ദിവസങ്ങൾ ഒന്നും കൂടി ഈ തെങ്ങിനെ ശ്രദ്ധിക്കുക. ഇത് ചെയ്യൽ 3ാമത്തെ ദിവസം തന്നെ ചെയ്യാം, അല്ലെങ്കിൽ 4ാമത്തെ ദിവസം എന്തായാലും ചെയ്തിരിക്കുക. 7ാമത്തെ ദിവസമെങ്കിലും ഇത് നമ്മൾ കയറി നോക്കുക. ഇതിന് പരാഗണം നടക്കാനായിട്ടുണ്ടോ നോക്കുക. ഇതിലിപ്പോൾ പരാഗണം നടക്കാനായ പൂക്കളില്ല. ഇനി ഒരു 3-4 ദിവസം കൂടി കഴിയണം. അതിനുള്ള ഒരു 4 ദിവസം കൂടി കഴിയുമ്പോഴേക്കേ ഇതൊക്കെ ആവുള്ളൂ. അതായത് ഇത് തുടങ്ങാനായിട്ടുണ്ട്. എന്താണെങ്കിലും 3 ദിവസം 4ാമത്തെ ദിവസം ആകുമ്പോഴേക്കും ഇത് ശരിയായിരിക്കും. അങ്ങനെ ഉള്ള സമയത്ത് നല്ല WCT തെങ്ങ്, കുറ്റിയാടി ഉണ്ടെങ്കിൽ കുറ്റിയാടീൻ്റെ മുകളിൽ നിന്ന്, അല്ലെങ്കിൽ അതുപോലെ തന്നെ നല്ല തെങ്ങിൻ്റെ മുകളിൽ നിന്ന് ആൺപൂക്കളെ ശേഖരിച്ച് കൊണ്ടുവന്ന് വീട്ടിൽ നല്ലൊരു സ്ഥലത്തൊരു നല്ല വൈറ്റ് പേപ്പർ വിരിച്ച് അതിൽ ആൺപൂക്കൾ ഇട്ട് വെച്ചാൽ ഒരു 3 പിറ്റേത്തെ ദിവസം തന്നെ അതിന് പൂമ്പൊടി നമുക്ക് കിട്ടും. ആ പൂമ്പൊടി ഇതിൻ്റെ പരാഗണം നടക്കേണ്ട ആ ഭാഗത്ത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് പണി. ഇതിന് കുറച്ച് ചോക്കാപ്പൊടി കൂട്ടിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കവറിനുള്ളിലേക്ക്. കൃത്യമായിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് എന്തെങ്കിലും അത്തരം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എൻ്റെ നമ്പറുമായി ബന്ധപ്പെട്ടാൽ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരും. അത് കൃത്യമായിട്ട് ഇങ്ങ് ചെയ്തെടുക്കാൻ കഴിയും. ഒരു വലിയ വരുമാനം ഓരോ കർഷകൻ്റെ തോട്ടത്തിൽ നിന്ന് അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഇത് വലിയ തെങ്ങാവില്ല. അതേസമയത്ത് നമ്മൾ ആൺപൂ എടുക്കാൻ വേണ്ടി നല്ല തെങ്ങിൻ്റെ മുകളിലൊന്ന് കയറേണ്ടി വരും. ഒരു തെങ്ങിൻ്റെ മുകളിൽ ഒരു കൊല എടുത്താൽ എന്താണെങ്കിലും ഒരു 1-2 പ്രാവശ്യം നമുക്ക് കൊടുക്കാൻ കഴിയും. അത് നല്ല രീതിയിൽ ചെയ്തു പോവുകയാണെങ്കിൽ ഒരു നല്ല വരുമാനമുള്ള, ഇന്നത്തെ സാഹചര്യത്തിൽ 850 രൂപയ്ക്ക് വിൽക്കുന്ന തൈകളാണ്. നല്ല രീതിയിൽ നമുക്കത് ചെയ്തു പോകാൻ കഴിയും. അതിന് ഇനിയിപ്പോൾ ചോക്കാപ്പൊടിയൊക്കെ എടുത്ത് അതുപോലെ ക്യാനൊക്കെ കണ്ടുപിടിച്ചത് ചെയ്യാനായിരിക്കലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ, ഒരു വീട്ടാവശ്യത്തിന് വേണ്ടിയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതൊരു വെള്ള പേപ്പറിൽ പൊടിയിട്ട് വെച്ച് ആൺപൂക്കളിട്ട് വെച്ച് പിറ്റേത്തെ ദിവസം രാവിലെ നമ്മൾ നോക്കിയാൽ ഒന്ന് നന്നായിട്ട് തട്ടിയെടുത്താൽ നല്ല മഞ്ഞപ്പൊടിയിൽ കാണാൻ കഴിയും. അത് കൃത്യമായിട്ടും പരാഗണം നടക്കണമെങ്കിൽ ഈ ഭാഗമാണ് ഇതിൻ്റെ പരാഗണം നടക്കാനുള്ള സാഹചര്യം വരിക. ഇവിടെ ഒരു പശ ഒലിക്കുന്ന ദിവസം കൃത്യമായിട്ടും നമ്മൾ ഇതിൻ്റെ പൊടി ഇവിടെ ഒന്നൊരു ഇളോണ്ട് തൊട്ടൊന്ന് ടച്ച് ചെയ്താൽ മതി. ടച്ച് ചെയ്താൽ പോലും ഇത് പരാഗണം നടക്കും. അത് ഒരു തേങ്ങയായിട്ട് മാറും എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാം. ഗംഗാബോണ്ടം രാമഗംഗ തെങ്ങ് തൈകൾക്ക് ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ 94 97 660 440 പുളിക്കൽ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ കർഷക സേവന കേന്ദ്ര നമ്പറാണ്. ആ നമ്പറിലായിട്ട് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയുന്നതാണ് കേട്ടോ.